This morning I am so glad that you are here to worship our living God. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. It's such a joy and excitement in my life to be in the presence of God. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈവശുശ്രൂഷയുടെ ഭാഗമായിരിക്കുക എന്നത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. It's a privilege to worship a living God. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്നത് ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. It's a privilege to be the child of God. ഒരു ദൈവ പൈതലായിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. It's a joy and privilege to be in the presence of God. സന്തോഷമായും പദവിയായും ദൈവസന്നിധിയിലായിരിക്കുക എന്നത് ഞാൻ വലിയൊരു പദവിയായി ഞാൻ കണക്കുകൂട്ടുന്നു. It's an exciting experience to enjoy His presence. അവൻ്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളത് ആവേശകരമായ ഒരു കാര്യമാണ്. This morning we are so glad to stand before you to share the word of God. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരുന്ന ദൈവവചനം പങ്കുവയ്ക്കുന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank you once again for your presence. നിങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിനായി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. For the pain and strain you have taken to be here this morning. വളരെയധികം കഷ്ടതയും വേദനയും സഹിച്ച് ഈ ചർച്ചിന്റെ ഭാഗമായി തീരുവാനായി ഇന്ന് പകൽക്കാലം കടന്നു വന്നതോർത്ത് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. I assure you that God is going to bless you this morning. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് ശക്തമായി ഇടപെടുമെന്ന്. He has already started ministering to your soul, spirit and body. നിങ്ങളുടെ ശരീരാത്മദേഹികളോട് ഇതിനോടകം തന്നെ ദൈവം ഇടപെട്ട് കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. This morning I would like to share the word that the Lord has given to me to share with you. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ തന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. All these days we have been learning about Caleb, കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നാം കാലേബിനെ കുറിച്ച് a പഠിക്കുകയായിരുന്നു. man with a different spirit. വ്യത്യസ്തമായ ആത്മാവുള്ള ഒരു മനുഷ്യൻ. This morning I would like to conclude the whole sermons in 6 points, in 7 points. ഇന്ന് പകൽക്കാലം ആ 7 അംശങ്ങളെയും കുറിച്ച് സാമാന്യം വിസ്തരിച്ച് അവസാനിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. And I am going to conclude the message on Caleb this morning. കാലേബിനെ കുറിച്ചുള്ള പ്രസംഗം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. And God has already put another topic in my heart to share with you. നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ദൈവം എൻ്റെ ഹൃദയത്തിൽ വേറൊരു ആശയം തന്നിട്ടുണ്ട്. On Fridays we learn about true discipleship. വെള്ളിയാഴ്ചകളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് യഥാർത്ഥ ശിഷ്യത്വം എന്താണ് എന്നതിനെ കുറിച്ചാണ്. So all disciples are invited to be a part of Friday service. അതുകൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരാവാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ ശിഷ്യന്മാർ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് കടന്നു വരണമെന്ന് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. That will help you a lot to be a true disciple of Jesus Christ. വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കും. And learn the mysteries of discipleship. ശിഷ്യത്വത്തിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ അത് വെളിപ്പെടുവാൻ നിങ്ങൾക്ക് സഹായിക്കും. So this morning let's turn again to the life of Caleb. ഇന്ന് പകൽക്കാലം കാലേബിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി തിരിയാം. I would like to summarize the life of Caleb in 7 points. കാലേബിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു രത്ന ചുരുക്കമായി 7 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്നാമതായി The Bible says that he was a man with different spirits. വേദപുസ്തകം സാക്ഷ്യം പറയുന്നു കാലേബോ അവൻ വ്യത്യസ്തമായ ഒരു ആത്മാവുള്ളവനായിരുന്നു എന്ന്. A man with a different spirit. വ്യത്യസ്തമായ ആത്മാവുള്ള ഒരു മനുഷ്യൻ. What was the spirit in Caleb? കാലേബിൽ ഉണ്ടായിരുന്ന ആത്മാവ് എത്തരത്തിലുള്ളതായിരുന്നു? There are many spirits in the world. ലോകത്തിൽ അനേകം ആത്മാക്കളുണ്ടെന്ന് നമുക്കറിയാം. There is evil spirits, അശുദ്ധാത്മാവുണ്ട്, territorial spirits, പ്രാദേശികമായി ബന്ധിക്കുന്ന ആത്മാവുണ്ട്, religious spirits. മതപരമായി ബന്ധിക്കുന്ന ആത്മാവുണ്ട്. There are different spirits in the world. അനേകം വ്യത്യസ്തമായ തരത്തിലുള്ള ആത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. What was the spirit that was in Caleb? ഇതിന് നടുവിൽ കാലേബിൽ പരിവർത്തിച്ച ആത്മാവ് എന്തായിരുന്നു? What is the spirit in you? നിങ്ങളിലും പരിവർത്തിക്കുന്ന ആത്മാവ് എന്താണെന്ന് It's ചോദന good ചെയ്യണം. to know what was the spirit in Caleb this morning. ഇന്ന് പകൽക്കാലം കാലേബിൽ പരിവർത്തിച്ച ആത്മാവ് എന്തായിരുന്നു എന്ന് നമുക്ക് Because നോക്കാം. the Bible says he was a man with a different spirit. കാരണം ബൈബിൾ സാക്ഷ്യം പറയുന്നു അവൻ വ്യത്യസ്തമായ ഒരു ആത്മാവുള്ള മനുഷ്യനായിരുന്നു If you എന്ന്. look into the life of Caleb, കാലേബിന്റെ ജീവിതത്തിലേക്ക് നാം കണ്ടു. അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയായിരുന്നു. it was a spirit of God that was abiding in Caleb. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായിരുന്നു കാലേബ്. So that's what the Lord is looking in us. അതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. God has put his spirit in us. ദൈവം അവന്റെ ആത്മാവ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. As a believer of Jesus Christ, യേശുവിന്റെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, as a follower of Jesus Christ, യേശുവിന്റെ ഒരു അനുയായി എന്ന നിലയ്ക്ക് we have the spirit of God living in us. നമ്മിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു ആത്മാവുണ്ട്. So when the world look at us, they will tell that he has got a different spirit. ലോകം നമ്മെ നോക്കുമ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറയണം അവനിൽ വ്യത്യസ്തമായ ഒരു ആത്മാവുണ്ട് എന്ന്. He is not operating in the spirit of the world. ഈ ലോകത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരുത്തനല്ല അവൻ അല്ലെങ്കിൽ അവൾ എന്ന് ലോകം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം. When the people look at the disciples into a life of a believer, when the people look into the life of a believer, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ലോകം നോക്കുമ്പോൾ they can see something different in him.
അവനിൽ അല്ലെങ്കിൽ അവളിൽ വ്യത്യസ്തമായ ഒന്ന് ലോകത്തിന് ദർശിക്കുവാൻ കഴിയണം. There is a different spirit working in him. അവരിൽ വ്യത്യസ്തമായ ആത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന് ലോകത്തിന് അറിയുവാൻ കഴിയണം. If you look into the life of an alcoholic person, ഒരു മദ്യപാനിയായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ you can see that there is a spirit working in him. തീർച്ചയായും അദ്ദേഹത്തിലും ഒരു ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. The spirit he already consumed has started working in him. അദ്ദേഹം എന്ത് പാനം ചെയ്തോ അതേ ആത്മാവാണ് അദ്ദേഹത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. It is easy to identify in what spirit he is working. വളരെ എളുപ്പമാണ് അദ്ദേഹത്തിൽ എന്ത് തരത്തിലുള്ള ആത്മാവാണോ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ. In the same manner, അതേ അളവിൽ തന്നെ when the world look into the life of a believer, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ലോകം നോക്കുമ്പോൾ, when the world looks into the life of the disciples of Jesus, യേശുവിന്റെ ശിഷ്യന്റെ ജീവിതത്തിലേക്ക് ലോകം നോക്കുമ്പോൾ they see something different in them. മറ്റുള്ളവരിൽ കാണാത്തത് വ്യത്യസ്തമായ ഒന്ന് അവനിൽ ദർശിക്കുവാൻ ഇടവരണം. In the early church, പ്രാഥമിക സഭകളിൽ the people could see a difference in those people. സഭയ്ക്ക് പുറത്തുള്ള ജനം സഭയ്ക്കകത്തിരിക്കുന്ന ജനത്തിൽ വ്യത്യസ്തമായ ഒന്ന് ദർശിച്ചിരുന്നു. The people in Antioch were able to see something quite different in a group of people. സഭയ്ക്ക് പുറത്തു നിൽക്കുന്ന അടിമത്തത്തിന് കീഴിലായ നുകത്തിന് കീഴിലായ ജനം വ്യത്യസ്തമായ ഒരു ആത്മാവിനെ വിശ്വാസികളിൽ ദർശിച്ചിരുന്നു. The people in Antioch could see a difference in the early church people. അന്ത്യോക്യയിൽ വസിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തിലെ വ്യത്യസ്തമായ ഒരു ആത്മാവ് പുറത്തു നിന്നിരുന്നവർ ദർശിച്ചിരുന്നു. They could see the spirit of Christ in those community. അത്തരം സമൂഹത്തിൽ അവർ ദർശിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവിനെ ആയിരുന്നു. So they called them Christians. അതുകൊണ്ടാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. People who carry the anointing, or people who carry the spirit of Christ. ജനം യേശുവിന്റെ അഭിഷേകത്തെയും യേശുവിന്റെ ആത്മാവിനെയും വഹിച്ചിരുന്നവരായിരുന്നു. That's why the believers of Jesus called God the name Christians in the first century. അതുകൊണ്ടാണ് യേശുവിന്റെ അനുഗമിക്കുന്നവർക്കും യേശുവിന്റെ ശിഷ്യന്മാർക്കും ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. A different spirit. They operated on a different spirit. അവരെ നയിച്ചിരുന്നത് ലോകത്തെ നയിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആത്മാവായിരുന്നു. The Bible says Caleb was operating on a different spirit. വേദപുസ്തകം സാക്ഷ്യം പറയുന്നു കാലേബിനെ നയിച്ചിരുന്നത് വ്യത്യസ്തമായ ഒരു ആത്മാവായിരുന്നു. That's what the Bible called him and said that he was a man of different spirits. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ ദാസനായ കാലേബോ അവൻ വ്യത്യസ്തമായ ആത്മാവുള്ളവനായിരുന്നു. In this generation, the people should look into our life and tell us this people has a different spirit. ഈ തലമുറയും നമ്മളോട് നോക്കി ഇങ്ങനെ പറയണം, ഈ വ്യക്തികളിൽ വ്യത്യസ്തമായ ഒരു ആത്മാവ് ഞങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുന്നു. You know, there is a group called the terrorist in this world. നമുക്കറിയാമോ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭീകരവാദികൾ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തെ കുറിച്ച്. There is a special spirit working in them. അവരുടെ ജീവിതത്തിലൂടെയും വ്യത്യസ്തമായ ഒരു ആത്മാവാണ് പ്രവർത്തിച്ചെടുക്കുന്നത്. They are not afraid to die. അവർ മരിക്കുന്നതിന് ഭയമില്ലാത്തൊരു കൂട്ടരാണ്. You know, they carry bombs in their body. മരണത്തിന് ഉതകുന്ന ബോംബ് അവരുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. They are called the human bombs. അതുകൊണ്ടാണ് അവർ മനുഷ്യ ബോംബുകൾ എന്നറിയപ്പെടുന്നത്. They put bomb inside the body. അവരുടെ ശരീരത്തിനകത്ത് അവർ ബോംബിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. And they know that they are going to explode and die one day. അവർക്കറിയാം ഒരു ദിവസം അവർ ലോകത്തിന് മുമ്പാകെ പൊട്ടിത്തെറിക്കുവാൻ സന്നദ്ധരായി സദാ ജീവിക്കുന്നവരാണ്. They are going to die and they are going to explode. അവർ പൊട്ടിത്തെറിക്കുവാൻ സദാ സന്നദ്ധരായി ജീവിക്കുന്ന ഒരു വർഗ്ഗമാണ്. There is a spirit working in that person. അവരിലും ഒരു ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. Dear brothers and dear sisters, as an ordinary man with a common sense will never do that. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു സാധാരണക്കാരൻ ഒരിക്കലും അവന്റെ സാധാരണ ബുദ്ധിയിൽ ചെയ്തെടുക്കുന്ന കാര്യമല്ലാതെ there is another spirit working in those type of people. അവരിൽ നിന്നും വ്യത്യസ്തമായ ഏതോ ഒരു ആത്മാവാണ് ഈ ഭീകരവാദികളിൽ പ്രവർത്തിക്കുന്നത്. So everybody in this world is controlled by some type of spirit. ഈ ലോകത്തിൽ അധിവസിക്കുന്ന ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത് ഓരോ തരത്തിലുള്ള ആത്മാവാണ്. There is some type of spirit working in these people. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മാവായിരിക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും അടക്കി ഭരിക്കുന്നത്. The spirit of this world has taken control of this generation. ഈ ലോകത്തിന്റെ ആത്മാവ് ഈ തലമുറയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. You know, look into the newspapers. വർത്തമാന പത്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചു നോക്കിയാൽ നമുക്ക് You can see a lot of mafia groups among us. നമുക്ക് ചുറ്റും വളരെയധികം മാഫിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. What a smart young kids has become the group of the gangs and the mafia groups. വളരെ യൗവനക്കാർ, വളരെ ചെറുപ്പക്കാർ ഇത്തരം മാഫിയകളുടെയും ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ആയുധമായി പരിണമിക്കുന്നു. Why? എന്തുകൊണ്ട്? There is a spirit controlling their body. അവരെ നിയന്ത്രിക്കുന്നത് അത്തരം ഒരു ആത്മാവാണ്. There is a spirit that controls their mind. അവരുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുന്നത് അത്തരം ഒരു ആത്മാവാണ്. Everyone in this world is controlled by some type of spirit. ഈ ഭൂമണ്ഡലത്തിൽ ഓരോ വ്യക്തിയെയും നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായ ആത്മാവാണ്. So this morning I would like to challenge you to find out what spirit is controlling your body, spirit and soul. ഇന്ന് പകൽക്കാലം ഞാൻ സഭയോട് വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ ശരീരാത്മദേഹികളെ നിയന്ത്രിക്കുന്നത് ഏതു തരത്തിലുള്ള ആത്മാവാണ്? You have to think about yourself.
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. Am I controlled by the Holy Spirit? ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണോ? Do I have a spirit controlled temperament? എനിക്ക് താൽക്കാലികമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആത്മാവാണോ എന്നിലുള്ളത്? Or do I have a Holy Spirit controlled temperament? എന്നെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണോ? Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, it's high time to evaluate the spirit that controls your body and spirit and soul. ഓരോ സമയവും നമ്മുടെ ശരീരാത്മദേഹികളെ നിയന്ത്രിക്കുന്നത്, നാം നിയന്ത്രിക്കപ്പെടുന്നത് ഏതാത്മാവിനാലാണെന്ന് നാം വിവേചിക്കണം. Caleb was controlled by the Spirit of God. കാലേബ് നിയന്ത്രിക്കപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിനാലായിരുന്നു. Because he was controlled by the Spirit of God, it was easy for him to walk in the ways of the Lord. കാരണം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് കൊണ്ട് തന്റെ ജീവിതയാത്ര ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒത്തവണ്ണം രൂപപ്പെടുത്തുവാൻ കാലേബിന് കഴിഞ്ഞു. So the first thing what I want to tell about Caleb is he was a man with a different spirit. കാലേബിന്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ആദ്യം ഞാൻ പരാമർശിച്ചത് കാലേബോ വ്യത്യസ്തനായ ഒരു ആത്മാവുള്ള മനുഷ്യനായിരുന്നു. Secondly, രണ്ടാമതായി he was a man with a different vision. വ്യത്യസ്തമായ ദർശനത്തിനുടമയായ വ്യക്തിയായിരുന്നു കാലേബ്. What does it mean? എന്താകുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം? Caleb looked through the eyes of God. കാലേബ് നോക്കിക്കണ്ടത് ദൈവം ലോകത്തെ നോക്കിക്കണ്ടതുപോലെയായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം When വാഴ്ത്തപ്പെടുമാറാകട്ടെ. you see a person, നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ you can look through the eyes of the flesh. ജഡത്തിൻ്റെതായ കണ്ണിലൂടെ നാം ആ വ്യക്തിയെ You നോക്കിക്കാണുമ്പോൾ, can look through the eyes of business. നിനക്ക് വ്യവസായപരമായി ആ വ്യക്തിയെ നോക്കിക്കാണുവാൻ കഴിയും. You can look through the eyes of exploitation. ഒരു ചൂഷണത്തിൻ്റെതായ കണ്ണിലൂടെ നിനക്ക് ആ വ്യക്തിയെ നോക്കിക്കാണുവാൻ You can കഴിയും. also look him through the eyes of God. അതിലൊക്കെ വിപരീതമായി ദൈവികമായ ഒരു പരിവേഷത്തിന്റെ ഒരു കണ്ണിലൂടെ നിനക്ക് ആ വ്യക്തിയെ നോക്കിക്കാണുവാൻ When കഴിയും. you see a person, നീ ഒരു വ്യക്തിയെ കാണുമ്പോൾ what do you see in him? നീ അവനിൽ എന്താണ് ദർശിക്കുവാൻ What ആഗ്രഹിക്കുന്നത്? do you see in him? നീ അവനിൽ എന്താണ് കാണുന്നത്? Is it a business? Is it a commodity that you can market to the people? ഒരു കമ്പോളത്തിൽ വിൽക്കേണ്ട ഒരു ചരക്കായിട്ടാണോ നീ അവനെ കാണുന്നത്? Or is it something that as a flesh you can see that you can enjoy him or enjoy her? നിന്റെ ജഡാഭിലാഷത്തിന് ഉതകുന്ന ഒരു വസ്തുവായിട്ടാണോ നീ അവനെ നോക്കി കാണുന്നത്? Or is it somebody that you can exploit that person? അതോ നിന്റെ ലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്യുവാൻ കഴിയുന്ന ഒരു വസ്തുവായിട്ടാണോ? Or do you see him in the eyes of God? അതോ ദൈവത്തിന്റെ കണ്ണിലൂടെയാണോ നീ അതിനെ നോക്കി കാണുന്നത്? Oh, it is high time that I believe that our eyes has to be stamped with eternity. I believe that it is high time that our eyes should be stamped with eternity. നമ്മുടെ നോട്ടവും നമ്മുടെ ദർശനവും നമ്മുടെ കാഴ്ചയും നിത്യതയാൽ മുദ്രപ്പെട്ടതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When Caleb walked through the land of promise, കാലേബ് വാഗ്ദത്ത നാട്ടിലൂടെ നടന്നപ്പോൾ he looked through the eyes of God. ദൈവത്തിന്റെ കണ്ണിലൂടെ ദൃഷ്ടിയിലൂടെയായിരുന്നു കാലേബ് കാര്യങ്ങളെ നോക്കിക്കണ്ടത്. What he saw was different from the rest of the people. മറ്റു പലരും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കാലേബ് എന്താണ് അവിടെ ദർശിച്ചത്? He could see different things from the rest of the people. മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു കാലേബിനുണ്ടായിരുന്നത്. You know why? നിങ്ങൾക്കറിയാമോ He എന്താണെന്ന്? looked through the eyes of God. കാരണം അവൻ ആ പ്രദേശത്തെ നോക്കിക്കണ്ടത് ദൈവത്തിന്റെ He കണ്ണിലൂടെയായിരുന്നു. looked through the eyes of God. ദൈവത്തിന്റെ കണ്ണിലൂടെയായിരുന്നു അവൻ Dear നോക്കിക്കണ്ടത്. brother and dear sister, പ്രിയ സഹോദരി സഹോദരന്മാരെ, it is high time to be stamped with eternity on your eyes. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തെ നോക്കി കാണേണ്ടത് നിത്യതയുടെ മുദ്രയിലൂടെയാണ്. Our whole life has to be seen through eternity. നമ്മളുടെ മുഴു ജീവിതവും കാണേണ്ടത് നിത്യതയുടെ We have കണ്ണാടിയിലൂടെയാണ്. to use the glasses of eternity to look into the things. നിത്യതയുടെ കണ്ണാടിയിലൂടെ വേണം നാം ലോകത്തെ നോക്കി കാണുവാൻ. How many years are you going to live over here? നിങ്ങൾക്കറിയാമോ എത്ര വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന്? How much you need over here? നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് We നിങ്ങൾക്കറിയാമോ? used to sing like this. നമ്മളിങ്ങനെ പാടാറുണ്ട്, This world is not my land. ഞാനിവിടെ പരദേശിയാകുന്നു, I am just passing through. ഞാനിതിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ My മാത്രം. land is on the other side of the shore. എന്റെ വാഗ്ദത്ത ദേശം അങ്ങ് അപ്പുറത്താണ്. But what about your lifestyle? പക്ഷെ നിന്റെ ജീവിത രീതി അതിൽ നിന്ന് വ്യത്യസ്തമല്ലേ? Do you truly believe that your land is on the other side? നീ പാടുന്നതിന് തക്കവണ്ണം നീ അതിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവോ? Do you really believe that you belong to the other land? നീ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവോ നീ അക്കരെ നാട്ടിൽ പോകേണ്ട Do വ്യക്തിയാണെന്ന്? you believe that you are just a foreigner or a sojourner in this land? നീ ഇവിടെ അന്യനും പരദേശിയുമാണെന്ന് നീ നിന്നെ തന്നെ എണ്ണുവാൻ തയ്യാറാകുന്നുവോ? Oh, Caleb had a different vision. കാലേബ് ഇവിടെയാണ് നമ്മിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. He looked
looked the things through the eyes of God. കാലേബ് തന്റെ ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കണ്ടത് ദൈവത്തിന്റെ So കണ്ണിലൂടെയായിരുന്നു. he saw things differently. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വ്യത്യസ്തമായി നോക്കിക്കാണുവാൻ Blessed കാലേബിന് be the കഴിഞ്ഞു. name of Jesus. ദൈവനാമം It is വാഴ്ത്തപ്പെടുമാറാകട്ടെ. true that we are living in this world. കാര്യം ശരിയാണ്, നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. It is true that we have natural eyes. കാരണം നമുക്കുള്ളത് പ്രകൃതിയാലുള്ള രണ്ട് കണ്ണുകളാണ്. But there is another eye that God has given to us. പക്ഷെ ദൈവം നമുക്ക് അതിനപ്പുറത്തായ ഒരു കണ്ണുകൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Through these natural eyes we should be able to see things eternally. ഈ സ്വാഭാവികമായ കണ്ണുകളിൽ കൂടി നിത്യതയുടെ ഒരു ലോകത്തെ ദർശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. Look through the eyes of God. ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കി കാണുക. When you see a person, നീ ഒരു വ്യക്തിയെ കാണുമ്പോൾ, when you relate with somebody, നീ ആരുമായി ബന്ധപ്പെടുമ്പോൾ, when you talk with someone, നീ ആരെങ്കിലുമായി when you സംസാരിക്കുമ്പോൾ, have business with some people, നീ ആരെങ്കിലുമായി വ്യാപാര ബന്ധത്തിൽ let ഏർപ്പെടുമ്പോൾ, always be this mind in you. ഇത്തരം ചിന്താധാരയായിരിക്കണം നിന്നെ നയിക്കേണ്ടത്. I am only temporary over here. ഞാൻ ഇവിടെ ഒരു താൽക്കാലിക താമസക്കാരൻ മാത്രം. My life and my lifestyle should be eternally oriented. എന്റെ ജീവിതവും ജീവിതശൈലിയും നിത്യതയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. So Caleb was a man with a different vision. കാലേബ് വ്യത്യസ്തമായ ദർശനമുള്ള വ്യക്തിയായിരുന്നു. Saw things differently. അതുകൊണ്ട് തന്നെ അവൻ കാര്യങ്ങളെ വ്യത്യസ്തമായി He നോക്കിക്കണ്ടു. looked through God's eyes. അവൻ കാര്യങ്ങളെ നോക്കിക്കണ്ടതെല്ലാം ദൈവത്തിന്റെ One day കണ്ണിലൂടെയായിരുന്നു. Jesus said to his disciples, ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, you rise up your heads and look around. തലകളെ ഉയർത്തി ചുറ്റുപാടും നോക്കുവിൻ. The fields are whitened to harvest. വയലുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. But when disciples looked at them, they said, പക്ഷേ ശിഷ്യന്മാർ ചുറ്റുപാടും നോക്കിയപ്പോൾ it will be 4 more months to be harvested. ഇനിയും 4 മാസം കൂടി അത് വിളവെടുപ്പേണ്ടതിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ മനസ്സിലാക്കിയത്. But Jesus said, പക്ഷേ കർത്താവ് പറഞ്ഞത്, no, absolutely no. അല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. It is ready to be harvested right now. അതിപ്പോഴേ കൊയ്ത്തിന് Dear തയ്യാറായിരിക്കുന്നു. brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, look around. നമ്മുടെ ചുറ്റുപാടും ഒന്ന് Look നോക്കൂ. through the eyes of Jesus. കർത്താവ് നോക്കിക്കണ്ടതുപോലെ നമ്മുടെ ചുറ്റുപാടും നോക്കൂ. Look through the eyes of Jesus. യേശുവിന്റെ കണ്ണിലൂടെ നോക്കൂ. You will see mission fields around you. നിങ്ങൾക്ക് വേലസ്ഥലങ്ങളെ കാണുവാൻ You കഴിയും. can see people who need Jesus around you. യേശുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ You കഴിയും. will see the people who are wounded and rejected around you. മുറിവേറ്റ സമൂഹത്താൽ തള്ളപ്പെട്ട പരിത്യക്തരായ ഒരു കൂട്ടം ജീവിതങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ You കഴിയും. will see people who need Jesus and the touch of Jesus and the healing of Jesus. യേശുവിന് വേണ്ടി, യേശുവിന്റെ സ്പർശനത്തിന് വേണ്ടി, യേശുവിൽ നിന്നും ഒരു സൗഖ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. Only if you look through the eyes of Jesus. അത് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ So നോക്കി കാണണം. Caleb was a man with a different vision. കാലേബിന് വ്യത്യസ്തമായ ദർശനമുള്ള വ്യക്തിയായിരുന്നു And തന്റെ തലമുറയിൽ. thirdly, മൂന്നാമതായി Caleb was a man with a different talk. വ്യത്യസ്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാലേബ്. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? He always talked in alliance with the word of God. കാലേബ് സംസാരിച്ചതെല്ലാം ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നിരക്കുന്ന വിധത്തിലായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം He was വാഴ്ത്തപ്പെടുമാറാകട്ടെ. a man with a different talk. ഒരു വ്യത്യസ്തമായ സംസാര The ശൈലിക്കുടമയായിരുന്നു കാലേബ്. people with him talked against the word of God, against the plan of God. തന്നോട് സംസാരിച്ചിരുന്ന ജനങ്ങളെല്ലാം ദൈവിക പദ്ധതിക്കും ദൈവിക വാഗ്ദത്തങ്ങൾക്കും എതിരായി The സംസാരിച്ചിരുന്നവരായിരുന്നു. people who went with him talked against the plan of God. തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്നവരും ദൈവിക പദ്ധതികൾക്കെതിരായി ചിന്തിച്ചിരുന്നവരായിരുന്നു. The people who walked with him and communed with him and fellowshiped with him talked against the plan of God. തന്നോടൊപ്പം നടന്നവരും തന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരും തന്നോടൊപ്പം കൂട്ടായ്മ ആചരിച്ചിരുന്നവരും ദൈവത്തിന്റെ പദ്ധതിക്കെതിരായി ചിന്തിച്ചിരുന്നവരായിരുന്നു. What was the plan of God for the Israelites? ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? What was the plan of God about the land of the Canaanites and the Amorites? കനാൻ ദേശത്തെ അമോര്യരെയും അമാലേക്കരെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? That land has to belong to the people of God. ദൈവജനത്തിന് അവകാശപ്പെട്ടതായിരുന്നു അമാലേക്കരും അമോര്യരും താമസിച്ചിരുന്ന ദേശം. That land belongs to the people of God. ദൈവജനത്തിന് അവകാശപ്പെട്ടതായിരുന്നു ആ ദേശം. That was the plan of God. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. When the people who went with the Caleb said, no, we cannot have that. കാലേബിനോടൊപ്പം ദേശം മുറ്റു നോക്കുവാൻ പോയിരുന്നവർ പറഞ്ഞു, അല്ല, നമുക്ക് ആ ദേശം കൈവശമാക്കുവാൻ പറ്റില്ല. They spoke against the plan of God. ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടായിരുന്നു അവർ സംസാരിച്ചത്. They spoke against the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിനെതിരായിട്ടായിരുന്നു അവർ സംസാരിച്ചത്. Whereas Caleb says, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായി കാലേബ് ഇങ്ങനെ പറഞ്ഞു, we can possess that land. നമുക്കത് കൈവശമാക്കുവാൻ കഴിയും.
പരിണമിക്കും. That land will become the land of God one day. അത് ദൈവത്തിന്റെ രാജ്യമായി ഒരിക്കലും ആ രാജ്യം പരിണമിക്കും. That land will become the land of God's people. ദൈവജനത്തിന് ആസ്വദിക്കുവാനുള്ള ഒരു ദേശമായി ആ ദേശം പരിണമിക്കും. That land will become the promised land of God's chosen generation. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് അനുഭവിക്കുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത ദേശമായി ആ ദേശം മാറും. I strongly believe ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, one day ഒരിക്കൽ India will become the promised land for the people of God. ദൈവജനത്തിന്റെ വാഗ്ദത്തമായി ദൈവം കൊടുത്ത ദേശമായി ഇന്ത്യ മഹാരാജ്യം മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. It is already promised to us. കാരണം ദൈവം നമുക്കത് വാഗ്ദത്തം തന്ന But ദേശമാണ്. we have to go and possess it. നാം പോയി കൈവശമാക്കുക മാത്രം ചെയ്യുക. We have to train our next generation to go and possess this land. നമുക്ക് അടുത്ത തലമുറയെ അതിനു വേണ്ടി ഒരുക്കിയെടുക്കാം. Dear brothers and your sisters, സഹോദരി സഹോദരന്മാരെ, nations are calling us. രാഷ്ട്രങ്ങൾ നമ്മെ വിളിക്കുകയാണ്. Mountains are calling us. പർവ്വതങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. God willing, this year I am planning to go to Assam. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ വർഷം ഞാൻ ആസാമിലേക്ക് പോകാൻ I'm ആഗ്രഹിക്കുകയാണ്. planning to go to Zambia. ഞാൻ സാംബിയയിലേക്ക് പോകുവാനും I'm planning ആഗ്രഹിക്കുന്നു. to go to Nepal. നേപ്പാളിലേക്ക് പോകുവാൻ ഞാൻ Because I ആഗ്രഹിക്കുന്നു. know those lands are the promised lands. കാരണം ഈ പറയപ്പെട്ട ദേശങ്ങളെല്ലാം ദൈവത്തിന്റെ ദേശങ്ങളാണെന്ന് ഞാൻ ഉറച്ചു It വിശ്വസിക്കുന്നു. belongs to God. ദൈവത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ടവയാണ് I, അതെല്ലാം. Caleb, has to go and possess those lands. ഞാൻ കാലേബിനോട് കൂടെ ചേർന്ന് ആ രാഷ്ട്രങ്ങളെ Dear കൈവശമാക്കും. brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, speak in alliance with God's word. ദൈവത്തിന്റെ പദ്ധതികൾക്ക് അനുസരണമായി സംസാരിക്കൂ. Always speak in alliance with God's word. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അനുസരണമായി സംസാരിക്കൂ. Caleb was a man who talked with who had a different talk. കാലേബ് അത്തരം വ്യത്യസ്തമായ സംസാര ശൈലിക്ക് ഉടമയായ You വ്യക്തിയായിരുന്നു. just talk with Caleb for 10 minutes. നമുക്ക് കാലേബിനോട് 10 നിമിഷം സംസാരിക്കാം. After 10 minutes, 10 നിമിഷങ്ങൾക്ക് you will be ശേഷം fired up. നിങ്ങൾ അഗ്നിയാൽ നിറയപ്പെടും. You will be fired. You will be filled with the hope. നിങ്ങൾ പ്രത്യാശയാൽ നിറയപ്പെടും. You will get a new vision. നിങ്ങൾക്ക് ഒരു പുത്തൻ ദർശനം You നിങ്ങൾക്ക് will be ലഭിക്കും. challenged to go out and do something new. നിങ്ങൾ ഒരു പുതിയതായി ഒന്ന് ചെയ്തെടുക്കുവാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കും. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, you know why Caleb was able to do that? എന്തുകൊണ്ടാണ് കാലേബിന് ഇത് കഴിഞ്ഞതെന്ന് അറിയാമോ? Not because he had a different background. ആ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് Not ഉണ്ടായിരുന്നതുകൊണ്ടല്ല. because he had powerful faith-based parents. തന്റെ മാതാപിതാക്കളാൽ വിശ്വാസത്തിൽ ശക്തനായതുകൊണ്ടല്ല കാലേബിന് ഇത് സാധിച്ചത്. No. ഒരിക്കലുമല്ല. Oh, his father. Who knows who his father was? അദ്ദേഹത്തിന്റെ പിതാവാരെന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. By the name, people say he was given birth by a Gentile parent. കാരണം ജനങ്ങൾ പറയുന്നു അവൻ ജാതീയരായ മാതാപിതാക്കളുടെ മകനാണെന്ന്. That's why he was called as a dog. അതുകൊണ്ടാണ് നായ എന്ന അർത്ഥം വഹിക്കുന്ന ഒരു പേരിന് അദ്ദേഹം ഉടമയായത്. The word Caleb means dog. കാലേബ് എന്ന പദത്തിന്റെ അർത്ഥം നായ He എന്നാണ്. came from a Gentile background. കാരണം ഒരു ജാതീയ ചുറ്റുപാടിൽ നിന്നും കടന്നു വന്നവനാണ് കാലേബ്. But God, His in greatest mercy, has chosen him and put him the leader of the tribe of Judah. കാരണം യഹൂദ ഗോത്രത്തിന്റെ നേതാവായി തീരുവാൻ ദൈവം അവന്റെ മേൽ അളവറ്റ കരുണ വർഷിച്ചു. Because of that selection, now Caleb know how to talk. Because of that selection, Caleb knows how to talk now. കാരണം അത്തരം ഒരു തിരഞ്ഞെടുപ്പ് കാലേബിന് മനസ്സിലാക്കിയിരുന്നു താൻ എപ്രകാരം He സംസാരിക്കണമെന്ന്. always spoke in alliance with God's word. അതുകൊണ്ട് തന്നെ കാലേബ് സംസാരിച്ചപ്പോഴൊക്കെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അനുസരണമായിട്ടായിരുന്നു. Caleb knew the plan and purpose of God. കാലേബിന് ദൈവത്തിന്റെ പദ്ധതിയെയും ഉദ്ദേശത്തെയും കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. Because he knew the plan and purpose of God, കാരണം അവൻ ദൈവത്തിന്റെ പദ്ധതികളെയും ഉദ്ദേശത്തെയും കുറിച്ച് അറിഞ്ഞ he വ്യക്തിയായിരുന്നു. always spoke in alliance with his word. അതുകൊണ്ട് തന്നെ അവൻ സംസാരിച്ചത് ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നിരക്കുന്ന വിധത്തിലായിരുന്നു. Okay, I have shared 3 things about Caleb now. ഇതിനകം ഞാൻ കാലേബിന്റെ 3 ഗുണങ്ങളെ കുറിച്ച് പങ്കുവച്ചു കഴിഞ്ഞു. I'm going to ask the pastors, what were the 3 points over there? ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ പാസ്റ്റർമാരോട് ചോദിക്കാൻ പോവുകയാണ്. What were the 3 points that I said about the Caleb? ഞാൻ ഇതിനകം കാലേബിനെ കുറിച്ച് പറഞ്ഞ 3 ഗുണങ്ങൾ എന്താണ്? Okay. He had got a different spirits? വ്യത്യസ്തമായ ആത്മാവുള്ളവൻ. No. Different talk? വ്യത്യസ്തമായി സംസാരിക്കുന്നവൻ. Different vision. വ്യത്യസ്തമായ ദർശനമുള്ളവൻ. Keep your eyes and ears be open. നിങ്ങളുടെ കണ്ണുകളും കാതുകളും തുറന്നിരിക്കുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. Okay, let's go to the word of God now. നമുക്ക് വീണ്ടും ദൈവവചനത്തിലേക്ക് കടക്കാം. Caleb was a man with different spirit, കാലേബ് വ്യത്യസ്തമായ ആത്മാവുള്ള മനുഷ്യനായിരുന്നു. different vision, വ്യത്യസ്തമായ ദർശനമുണ്ടായിരുന്നു. different talk. വേറിട്ടൊരു And സംസാരമുണ്ടായിരുന്നു. fourthly, നാലാമതായി he had a different lifestyle. വ്യത്യസ്തമായ ജീവിത ശൈലിയും ഉണ്ടായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം He had a വാഴ്ത്തപ്പെടുമാറാകട്ടെ. different lifestyle. വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി How can we ഉണ്ടായിരുന്നു. know that Caleb had a different lifestyle? നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും കാലേബിന് വേറിട്ടൊരു ജീവിത ശൈലി ഉണ്ടായിരുന്നു? Even at the age of 85, 85ാമത്തെ വയസ്സിലും you hear what comes from his mouth. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നമുക്ക് പരിശോധിക്കാം. Hallelujah. Amen. He says, അവൻ പറയുന്നു, I am as strong as I am when
when Moses sent me to the promised land. മോശെ വാഗ്ദത്ത ദേശം എനിക്ക് വാഗ്ദത്തം തന്നപ്പോൾ ഉണ്ടായിരുന്ന 40 വയസ്സിലെ അതേ ബലം തന്നെ ഈ 80-ാമത്തെ വയസ്സിലും എനിക്കുണ്ട്. I am as strong as when I was 40 years old. 40-ാമത്തെ വയസ്സിൽ എനിക്ക് എന്ത് ശക്തി ഉണ്ടായിരുന്നു അതേ ശക്തി ഇപ്പോഴും എനിക്കുണ്ട്. Strong in my spirit. ഞാൻ എൻ്റെ ആത്മാവിൽ ശക്തനാണ്. Strong in my passion. ഞാൻ എൻ്റെ ആർദ്രതയിൽ ശക്തനാണ്. Strong in my vision. ഞാൻ എൻ്റെ ദർശനത്തിൽ ശക്തിയുള്ളവനാണ്. Strong in my talk. ഞാൻ എൻ്റെ സംസാരത്തിൽ ബലവാനാണ്. Strong in my spirit. ഞാൻ എൻ്റെ ആത്മാവിൽ ശക്തിയുള്ളവനാണ്. Oh, what does it ഈ mean? പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? Caleb had a healthy lifestyle. കാലേബ് ആരോഗ്യകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം A വാഴ്ത്തപ്പെടുമാറാകട്ടെ. man with a different lifestyle. ഒരു വ്യത്യസ്തമായ ജീവിതശൈലിക്കൂടെയായ Dear brothers and dear sisters, പ്രിയ സഹോദരി if സഹോദരന്മാരെ, you want to be a Caleb in this generation, ഈ തലമുറയിൽ നിങ്ങൾക്ക് ഒരു കാലേബായി തീരണമെങ്കിൽ you should have a healthy lifestyle. നിങ്ങൾ ആരോഗ്യകരമായ ഒരു ജീവിതം പിൻപറ്റിയേ മതിയാകൂ. Hallelujah. Healthy in spiritual things. ആരോഗ്യകരമായ ആത്മീയ രഹസ്യങ്ങളെ നിങ്ങൾ പിൻപറ്റിയേ മതിയാകൂ. When 85 years old the people are when they are getting ready to die, മരണത്തിന് തയ്യാറെടുക്കുന്ന ഒരു വയസ്സാണ് സാധാരണയായി 85 വയസ്സ് എന്ന് പറയുന്നത്. Caleb is getting ready for war. പക്ഷേ കാലേബ് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമായിട്ടാണ് 85 വയസ്സിനെ What about നോക്കുന്നത്. you? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം Are എന്താണ്? you ready for your promises? നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നതിന് തയ്യാറായിട്ടുണ്ടോ? Are you ready to go and possess the promises that God has given to you? ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തെ പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നുവോ? A man with a different lifestyle. വ്യത്യസ്തമായ ജീവിത ശൈലിക്കുടമയായ ഒരു മനുഷ്യൻ. Everybody looked at Caleb എല്ലാവരും കാലേബിനെ നോക്കുമ്പോൾ and they will ask him, Caleb, like this. അവർ കാലേബിനോട് ഇങ്ങനെ ചോദിക്കും, Caleb, why do you live like this? കാലേബ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? Why your food habits are different? നിന്റെ ഭക്ഷണത്തിൽ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. Why your life habits are different? നിന്റെ ജീവിത ശൈലിക്ക് ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. Why your talking is different? നിന്റെ സംസാര ശൈലി വ്യതിരിക്തമാണല്ലോ. You look quite young and quite strong. നിന്നെ ഇപ്പോഴും യൗവനക്കാരനായി വളരെ ശക്തിയുള്ളവനുമായി കാണപ്പെടുന്നുണ്ടല്ലോ. Why? എന്തുകൊണ്ട്? The answer will be like this. ഉത്തരം ഇങ്ങനെയായിരിക്കും, I have a promise to get. കാരണം എനിക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം I have a promised land to go. എനിക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്ത ദേശം I വാഗ്ദത്തമായി have a ലഭിച്ചിട്ടുണ്ട്. promised land to go. എനിക്ക് വാഗ്ദത്ത ദേശത്തേക്ക് I പോകണം. came out of Egypt not to die in the wilderness. ഞാൻ ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വന്നത് ഈ മരുഭൂമിയിൽ പെട്ടുപോകാനല്ല. I am going towards the promised ഞാൻ land. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. That's why I have a different lifestyle. അതുകൊണ്ടായിരുന്നു കാലേബിന് വ്യത്യസ്തമായ So ജീവിത Caleb ശൈലി was a ഉണ്ടായത്. man with a different lifestyle. കാലേബ് വ്യത്യസ്തമായ ജീവിത I'm ശൈലിക്കുടമയായിരുന്നു. summarizing the whole life of Caleb now. ഞാൻ കാലേബിന്റെ മൊത്തം ജീവിതത്തെ ഒന്ന് സ്വാംശീകരിക്കട്ടെ. A man with a different spirit. വ്യത്യസ്തമായ ആത്മാവുള്ളവൻ, A man with a different vision. വ്യത്യസ്തമായ ദർശനമുള്ളവൻ, A man with a different talk. വ്യത്യസ്തമായ സംസാര A ശൈലിയുള്ളവൻ, man with a different lifestyle. വ്യത്യസ്തമായ ജീവിത You ശൈലിയുള്ളവൻ. know, if you have a different spirit and a different vision and a different talk, it will automatically lead you into a different lifestyle. വ്യത്യസ്തമായ ആത്മാവും വ്യത്യസ്തമായ ദർശനവും വ്യത്യസ്തമായ സംസാരവും നിനക്കുണ്ടെങ്കിൽ അത് നിന്നെ വ്യത്യസ്തമായ ജീവിത ശൈലിയിലേക്ക് നടത്തും. Because your life will always be followed by your talk, your vision and spirit. കാരണം നിന്റെ ജീവിത ശൈലി സ്വാധീനിക്കപ്പെടുന്നത് നിന്റെ ദർശനത്തെയും നിന്റെ സംസാരത്തെയും നിന്റെ ആത്മീക വളർച്ചയെയും So ചുറ്റിപ്പറ്റിയാണ്. be careful what you see. അതുകൊണ്ട് നീ കാണുന്നത് എന്നതിനെ കുറിച്ച് നീ Be ബോധവാനായിരിക്കണം. careful what you talk. നീ വളരെ ശ്രദ്ധാലുവായിരിക്കണം. നീ എന്ത് സംസാരിക്കുന്നു Be എന്നതിനെ കുറിച്ച്, careful what spirit controls you. നീ ഏതാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് നീ Because ബോധവാനായിരിക്കണം. all these three will formulate your life. കാരണം ഇത് മൂന്നും കൂടി ചേർന്നതാണ് നിന്റെ ജീവിത ശൈലി എന്ന് Blessed പറയുന്നത്. be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Because the spirit and the vision and the talk will control your lifestyle. നിന്റെ ദർശനവും നിന്റെ സംസാരവും നിന്റെ ആത്മാവും നിന്റെ ജീവിതത്തെ സ്വാധീനിക്കും. So be very careful what spirit are you influenced with. അതുകൊണ്ട് വളരെ നാം ബോധവാന്മാരായിരിക്കണം നമ്മെ ഭരിക്കുന്നത് ഏതാത്മാവാണെന്നതിനെ കുറിച്ച്. So be careful with what people you are associating with. നിങ്ങൾ ഏതുതരം ജനങ്ങളുമായിട്ടാണ് കൂട്ടായ്മ പുലർത്തുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. You look into the life of Caleb. കാലേബിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. He always was with Joshua. അവനെല്ലാം ഇപ്പോഴും പറ്റി നിന്നത് യോശുവയുമായിട്ടായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം Because വാഴ്ത്തപ്പെടുമാറാകട്ടെ. there is an impartation in association. കാരണം കൂട്ടായ്മയിൽ നിന്നും ഒരു പകർച്ച ലഭിക്കുവാൻ സാധ്യതയുണ്ട്. Hallelujah. Amen. If you move with the people who has the right spirit, you will have the right spirit. യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമായിട്ടാണ് നിനക്കൊരു കൂട്ടായ്മയെങ്കിൽ നിന്നെ ദൈവാത്മാവ് നയിക്കുവാൻ ഇടവരും. So look into the Bible, you will always see Caleb and Joshua, Joshua and Caleb, Caleb and Joshua. വേദപുസ്തകം മുഴുവൻ നാം പരതി നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും കാലേബും യോശുവയും യോശുവയും കാലേബും.
Because his association with the right person. കാരണം അവന്റെ ചങ്ങാത്തം യഥാർത്ഥത്തിലുള്ള വ്യക്തിയുമായിട്ടായിരുന്നു. Whom do you associate with? നീ ആരായിട്ടാണ് കൂട്ടായ്മ പുലർത്തുന്നത്? If you are associating with the people who have difference of opinion with the leadership, you will have the same spirit. നീ നിന്റെ നേതൃത്വത്തിനെതിരായി സംസാരിക്കുന്നവരുമായിട്ടാണ് നിന്റെ ചങ്ങാത്തമെങ്കിൽ നിന്നെ ഭരിക്കുന്നത് ഒരു മത്സരത്തിന്റെ ആത്മാവായിരിക്കും. There will be a spirit of rebellion in you. മത്സരത്തിന്റെ ഒരു ആത്മാവായിരിക്കും നിന്നെ നയിക്കുന്നത്. But Caleb moved with Joshua. പക്ഷേ കാലേബ് യോശുവയോടൊപ്പം സഞ്ചരിച്ചപ്പോൾ He moved with Joshua. യോശുവയോടൊപ്പമാണ് കാലേബ് സഞ്ചരിച്ചത്. He walked with Joshua. യോശുവയോടൊപ്പമാണ് കാലേബ് നടന്നത്. Whom did Joshua walk with now? ഇപ്പോൾ യോശുവ നടക്കുന്നത് ആരോടൊപ്പമാണ്? Joshua is walking with Moses. യോശുവ നടന്നത് തന്റെ ഗുരുവായ മോശയോടൊപ്പമായിരുന്നു. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Joshua is walking with Moses. യോശുവ നടന്നത് മോശയോടൊപ്പമായിരുന്നു. And Caleb is walking with Joshua. അതുകൊണ്ട് തന്നെ കാലേബ് നടന്നത് മോശയുടെ ശിഷ്യനായ So what യോശുവയോടൊപ്പം. happened over here? ഈ ഇത്തരം പ്രക്രിയ കൊണ്ട് എന്താണ് സംഭവിച്ചത്? Oh, Caleb got the same anointing and the vision and the passion of Moses. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയണമോ? മോശയ്ക്കുണ്ടായിരുന്ന അതേ ആത്മാവും അതേ ആർദ്രതയും അതേ ദർശനവും തന്നെ കാലേബിലേക്കും പകർന്നു കിട്ടി. That is what is called the principle of impartation through association. അതാണ് ചങ്ങാത്ത കൂട്ടായ്മയിലൂടെ പകർന്നു കിട്ടുന്ന അഭിഷേകം എന്ന് പറയുന്നത്. Knowingly or unknowingly, there is something being imparted into your life by the person whom you are associating with. നീ അറിഞ്ഞോ അറിയാതെയോ നീയുമായി കൂടിച്ചേരുന്ന ജനത്തിൽ നിന്നും ഒരു പകർച്ച നിനക്ക് ലഭിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് ആ ചിലരുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ദാനിയേൽ പാസ്റ്റർ അത്ര സുഖിക്കാത്ത there is because I know this principle. കാരണം ഈ തത്വത്തെക്കുറിച്ച് ഞാൻ വളരെ ബോധവാനായതുകൊണ്ടാണ് ചിലരുമായുള്ള ചങ്ങാത്തം ഞാൻ വെറുക്കുന്നത്. ചിലരുടെ കൂടെ നിങ്ങൾ നടക്കുമ്പോഴും എനിക്ക് ദഹിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? There is an impartation through association. ഇത്തരം ചങ്ങാത്തത്തിലൂടെ നിങ്ങളും അവരുടെ വലയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയത്താലാണ് ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. There is an impartation. Let me tell you from the word of God. ഞാൻ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കട്ടെ. For a couple of minutes Eve had an association with Satan. ഒരു ചില നിമിഷങ്ങൾ മാത്രം പിശാചുമായ ഒരു ചങ്ങാത്തം. Eve had an association with Satan. ഹവ്വയ്ക്ക് ചില നിമിഷങ്ങൾ മാത്രം പിശാചുമായ ഒരു ചങ്ങാത്തം ഉണ്ടായിരുന്നു. With the serpent. ഒരു സർപ്പവുമായി. Didn't talk much. അധികമൊന്നും സംസാരിച്ചില്ല. Maybe a few sentences in the Bible. വളരെ ചുരുങ്ങിയ വാചകങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. What happened through that? അതിന്റെ പരിണത ഫലം എന്തായിരുന്നു? A spirit of rebellion was imparted into her. അവളിലേക്ക് മത്സരത്തിന്റെ ഒരു ആത്മാവിനെ പിശാച് പകർന്നു കൊടുത്തു. A spirit of questioning. ചോദ്യം ചെയ്യുന്ന ഒരു ആത്മാവിനെ പകർന്നു കൊടുത്തു. A spirit of disobedience. അനുസരണക്കേടിന്റെ ഒരു ആത്മാവിനെ പകർന്നു കൊടുത്തു. No, she didn't spend whole week with Satan. ഒരു മുഴുവൻ ആഴ്ചയും അവൾ പിശാചുമായി സംസാരിച്ചില്ല. Only a few minutes. വളരെ ചുരുക്കം നിമിഷങ്ങൾ. Few minutes. ചുരുങ്ങിയ നിമിഷങ്ങൾ. A few minutes association with the devil or Satan imparted the spirit of questioning, the spirit of disobedience and the spirit of rebellion. ഒരു ചുരുങ്ങിയ നിമിഷത്തെ കൂട്ടായ്മ കൊണ്ട് മത്സരിക്കുന്ന ഒരു ആത്മാവിനെയും ചോദ്യം ചെയ്യുന്ന ഒരു ആത്മാവിനെയും പിശാചിനെ ഹവയിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, that's what I said, there is an impartation in association. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂട്ടുകൂടലിൽ നിന്നും ഒരു പകർച്ച വരുവാനുള്ള സാധ്യതയുണ്ടെന്ന്. Every believer has to learn by heart Psalm number 1. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളെയും ഞാൻ പ്രബോധിപ്പിക്കുകയാണ് 1-ാം സങ്കീർത്തനം വായിക്കണമെന്ന്. You have to by heart it. നിങ്ങളത് മനപ്പാഠമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. How many of you know Psalm number 1 by heart? എത്ര പേർക്ക് അത് മനപ്പാഠമായിട്ട് അറിയാം? 1-ാം സങ്കീർത്തനം കാണാതെ അറിയുന്നവരൊന്ന് വഴി കൊടുത്തേക്ക്. ധൈര്യമായിട്ട് ഉയർത്തുമ്പോൾ നാണക്കാനൊന്നുമില്ല. സിനിമാ പാട്ട് അറിയാവുന്നവരല്ലോ ഞാൻ ചോദിച്ചത്. സങ്കീർത്തനം അറിയാവുന്നവർ, 1-ാം സങ്കീർത്തനം അറിയാവുന്നവർ കൈ ഉയർത്താൻ. Shame on me. ഞാൻ ലജ്ജിക്കുന്നു. Everybody has to learn. എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Psalm 1 and Psalm 23. 23-ാം സങ്കീർത്തനവും 1-ാം സങ്കീർത്തനവും. And if possible 91 also. കഴിയുമെങ്കിൽ 91. ഇത് മൂന്നും പഠിച്ചാൽ നീ രക്ഷപ്പെടും. So one you have to leave. There it says you should not have association with evildoers. ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങളുമായി കൂട്ടായ്മ ഉണ്ടാകുവാൻ
നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ അനുവദിച്ചു കൊടുക്കരുത്. Read Psalm 1 very carefully. വളരെ ശ്രദ്ധയോടുകൂടെ 1-ാം സങ്കീർത്തനം വായിക്കുക. So there is an impartation through association. ഒരു ചങ്ങാത്തത്തിലൂടെ കൂടിവരവിലൂടെ ഒരു പകർച്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയും. You know, this Caleb had an association with Joshua. യോശുവയുമായിട്ടായിരുന്നു കാലേബിന്റെ കൂട്ടായ്മ. And Joshua had the association with Moses. യോശുവയ്ക്കുണ്ടായിരുന്ന കൂട്ടായ്മയോ അത് So മോശയുമായിട്ടായിരുന്നു. there was an impartation. കാരണം ഒരു പകർച്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Impartation of the Spirit. ആത്മാവിന്റെ ഒരു പകർച്ച, Impartation of the vision. ദർശനത്തിന്റെ ഒരു പകർച്ച, Impartation of the talk. സംസാരത്തിന്റെ ഒരു പകർച്ച, Impartation of the lifestyle. ജീവിത രീതിയുടെ ഒരു പകർച്ച. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Hallelujah. Hallelujah. So Caleb is a man with a different spirit, ഒരു വ്യത്യസ്തമായ ആത്മാവുള്ളവനായിരുന്നു a കാലേബ്. different vision, വ്യത്യസ്തമായ ദർശനം, a different talk. വ്യത്യസ്തമായ സംസാരം. Because of that, he had a different lifestyle. ഇത് മൂന്നുമാണ് അവനെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി നയിക്കുവാൻ പ്രാപ്തനാക്കിയത്. Amen. Amen. His lifestyle made him unique in the crowd. ആ സമൂഹത്തിൽ അവന്റെ ജീവിത ശൈലി അവനെ അതുല്യനാക്കി തീർത്തു. Amen. ആമേൻ. Number 5. 5-ാമതായി, Okay, now you remember all the 4. നിങ്ങൾ ഈ 4 ഓർമ്മിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. A man of different spirit, വ്യത്യസ്തമായ ആത്മാവുള്ളവൻ, a man of different vision, വ്യത്യസ്തമായ a ദർശനമുള്ളവൻ, man of different talk, വ്യത്യസ്തമായ സംസാര a ശൈലിയുള്ളവൻ, man of different lifestyle. ജീവിത ശൈലിയും വ്യത്യാസമായി കൈമുതലായിട്ടുള്ളവൻ. Amen. Number 5. 5-ാമതായി, Caleb was a man of different hope. വ്യത്യസ്തമായ പ്രത്യാശയ്ക്കുടമയായിരുന്നു കാലേബ്. Amen. Everybody has hope, some type of hope. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യാശയുണ്ട്. They have some type of hope. ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യാശ അവരെ ഭരിക്കുന്നുണ്ട്. Even the people who went to spy out the promised land had some hope. വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ പോയ ആ 10 പേർക്കും ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. Their hope was that we are not going to get it. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്കത് ലഭിക്കുകയില്ല എന്നുള്ള പ്രത്യാശയായിരുന്നു. That's what they hoped for. അതായിരുന്നു അവരുടെ ആശ. They said we are not going to get it. കാരണം നമുക്കത് ലഭിക്കുവാൻ സാധ്യതയില്ല. Because we are just like grasshoppers. കാരണം നാം വെട്ടുകിളികളെ പോലെയാണ് അവരുടെ മുന്നിൽ. And they are the giants. അവരോ മല്ലന്മാർ. So we are grasshoppers. നമ്മൾ വെട്ടുകിളികളെ പോലെയാണ്. That was their hope. അതായിരുന്നു അവരുടെ പ്രത്യാശ. Caleb was not like that. പക്ഷേ കാലേബ് അത്തരക്കാരനായിരുന്നില്ല. He said, അവൻ പറഞ്ഞു, we are going to have that promised land. നാം പോയി അത് കൈവശമാക്കുക തന്നെ ചെയ്യും. One day we are going to have it. ഒരിക്കൽ നമുക്കത് കൈവശമാക്കുക തന്നെ ചെയ്യും. Caleb has a different hope from other people. കാലേബിനുണ്ടായിരുന്ന പ്രത്യാശ മറ്റുള്ളവരിൽ നിന്നും തുലോം വ്യത്യസ്തമായിരുന്നു. You know, we can ask to different people now. ഞാൻ ചില വ്യക്തി ജീവിതങ്ങളോട് ചോദിക്കുവാൻ തുടങ്ങുകയാണ്. If you are going to ask to different people, what do you think about what is God is going to do in your life? നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. They will say like this. Sorry. They will say like this. അവരിങ്ങനെ പറയും, I don't think that God is going to do anything for me. മറ്റു പലർക്കും ദൈവം ചെയ്തേക്കാം, പക്ഷേ എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നില്ല. I will die like this, pastor. ഞാൻ ഇങ്ങനെ തന്നെ മരിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്. I'm going to die like this. ഞാൻ ഇങ്ങനെ തന്നെ മരിക്കുവാൻ I വിധിക്കപ്പെട്ടവനാണ്. have nothing to hope for. എനിക്ക് പ്രത്യാശയ്ക്കായി വകയൊന്നുമില്ല. I will die in this rented home. ഞാൻ ഈ വാടക ഭവനത്തിൽ തന്നെ എൻ്റെ ആയുസ് കഴിച്ചു കൂട്ടും. Hallelujah. And the answer to that is, അവരോടുള്ള മറുപടി എന്ന് പറയുന്നത്, God will fulfill the desires of your heart. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നിവർത്തിച്ചു തരും. That's what you are hoping for. That's what is going to നീ happen. പ്രത്യാശയില്ലാത്തതാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ ദൈവം നിവർത്തിച്ചു തരും. Let's ask to another people. ഓക്കെ, നമുക്ക് അടുത്തൊരു കൂട്ടം ജനത്തോട് ചോദിക്കാം. What do you think what God is going to do for you? ദൈവം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെടുക്കുമെന്നാണ് നീ പ്രത്യാശിക്കുന്നത്? I don't think my son will get a good wife from this Pentecostal life. ഈ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ചെന്നതുകൊണ്ട് എൻ്റെ മകന് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുമെന്ന് എനിക്ക് പ്രത്യാശയില്ല. I may have to go to Marthoma, CSI or Catholic or even to Hindu. ഞാൻ മാർത്തോമയോ CSIയോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നു. May God satisfy the desire of your ദൈവം heart. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നിനക്ക് നിവർത്തിച്ചു തരും. Let's ask to another person. ഓക്കെ, നമുക്ക് ഇനിയൊരു കൂട്ടം ജനത്തോട് ചോദിക്കാം. What do you think about what God is going to do? നിന്റെ ജീവിതത്തിലൂടെ ദൈവം എന്തൊക്കെ ചെയ്തെടുക്കുമെന്നാണ് നീ പ്രത്യാശിക്കുന്നത്? I don't think my husband will come to the Lord. He will be a drunkard and I will die by his hand. മദ്യപാനിയായ എൻ്റെ ഭർത്താവ് യഥാസ്ഥാപനപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നില്ല. And I will die with his hand. ഞാൻ ഇത്തരം ഒരു മനുഷ്യനോട് കൂടെ എൻ്റെ ആയുസ് ജീവിച്ചു തീർക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ഞാൻ ചാവത്തേ ഉള്ളൂ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്കും സാധിപ്പിക്കട്ടെ. They will never speak in accordance with the word of God. ഒരിക്കലും അവർ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അനുസരണമായി സംസാരിക്കുന്നില്ല. വേറെ ആളോട് ചോദിക്കാം, what do you think about God? ഓക്കെ, നീ എന്താണ് ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുന്നത്? I don't know. He may do something, he may not do something. ഒരു പക്ഷേ ദൈവം ചെയ്തേക്കാം അല്ലെങ്കിൽ ചെയ്തില്ലേക്കാം. I don't know. എനിക്കറിയില്ല.
ദൈവമല്ലയോ, ആർക്കറിയാം മൂപ്പരുടെ മനസ്സ് എങ്ങനെയാന്ന്? ദാറ്റ്സ് വാട്ട് ദെയർ വേർഷൻ. അതാണ് അത്തരക്കാർ. How can I know God's plan? കാരണം ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച്, ദൈവത്തിന്റെ മനസ്സറിയുവാൻ ഞാനാരേ? Who am I to know His will and plan? ദൈവത്തിന്റെ പദ്ധതിയെയും അവന്റെ ഹിതത്തെയും കുറിച്ച് അറിയുവാൻ ഞാനാരേ? Oh, men of little faith. അല്പവിശ്വാസികളായ കൂട്ടം ജനം. Caleb had a different hope. അവിടെയാണ് കാലേബ് വ്യത്യസ്തനാകുന്നത്. A different hope. വ്യത്യസ്തമായ പ്രത്യാശയുള്ളവൻ. With a great hope. മഹത്തായ പ്രത്യാശ കൈമുതലായുള്ളവൻ. That hope was not a utopian hope. അതൊരിക്കലും ഒരു സങ്കല്പ ലോകത്തിലുള്ള പ്രത്യാശയല്ല. That hope was based on the promise of God. അത് ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയാണ്. Hallelujah. Amen. Your hope should be based on the promise of God. നിന്റെ പ്രത്യാശ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ കെട്ടിപ്പടുത്തതായിരിക്കും. Caleb's hope was based on the promise of God. കാലേബിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ പണിതതാണ്. The promise given to Abraham. തന്റെ പൂർവ്വപിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്ത The വാഗ്ദത്തം. promise given to Isaac. ഇസഹാക്കിന് ദൈവം കൊടുത്ത The വാഗ്ദത്തം. promise given to Jacob. യാക്കോബിന് ദൈവം കൊടുത്ത The വാഗ്ദത്തം. promise given to Joseph. യോസേഫിന് ദൈവം കൊടുത്ത വാഗ്ദത്തം. And the promise given in my generation when He called me out of ഈ Egypt. തലമുറയിൽ നിന്നും എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എനിക്ക് തന്ന പ്രത്യാശ, എനിക്ക് തന്ന വാഗ്ദത്തമാണത്. He gave me a promise when He called me out of Egypt. അവൻ മിസ്രയീമിൽ നിന്നും എന്നെ വിളിച്ചപ്പോൾ എന്നെ ഒരു വാഗ്ദത്തത്തോടു കൂടെയായിരുന്നു And പുറപ്പെടുവിച്ചത്. that promise is, I am going to take you to the land of milk and honey. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ നിന്നെ പ്രവേശിപ്പിക്കുമെന്നാണ്. So this is not an utopian hope. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ഉട്ടോപ്യൻ സങ്കല്പമല്ലാതെ This is a hope based on the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ പണിത ജീവനുള്ള പ്രത്യാശയാണത്. I have got a $1 million currency with me. $1 million currency എനിക്ക് with me. ദശലക്ഷം ഡോളർ എനിക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ. No, I have a $1 million എന്റെ കയ്യിൽ currency ഒരു with me. 10 ലക്ഷം ഡോളർ ഉണ്ടെന്നിരിക്കട്ടെ. ഉണ്ട്. അതിന്റെ ഒരു കറൻസി എൻ്റെ കയ്യിലുണ്ട്. I forgot to bring it. Next Sunday I will bring it. ഓക്കേ, ഞാൻ അടുത്ത ആഴ്ച അത് പറയാം. അത് ഞാൻ കൊണ്ടുവരാം. It is a $1 million currency. ദശലക്ഷക്കണക്കിനുള്ള ഡോളറിന്റെ നോട്ട്. Look like exactly the same thing. US dollar. നിങ്ങൾ അത് നോക്കുമ്പോൾ അത് ഒറിജിനലിനോട് വളരെ അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ളതാണ്. You know, an ordinary person cannot differentiate between the two. ഒരു സാധാരണക്കാരനെ അതിന്റെ അസലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാൻ കഴിയില്ല. But if you look into very specifically, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അതിനെ സമീപിച്ചാൽ, with a magnifying glass, ഏതെങ്കിലും ഒരു മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ, with a lens, magnifying glass, ഓക്കേ, ഒരു ലെൻസിലൂടെ നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ, there is a small sentence written in the left side of that currency. ആ നോട്ടിന്റെ ഇടതുവശത്ത് ഇങ്ങനെ ഒരു എഴുത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. This currency is valid only in a utopian world. ഈ നോട്ട് സാധുതയായിരിക്കുന്നത്, ഈ നോട്ട് പ്രയോഗത്തിലിരിക്കുന്നത് ഒരു സങ്കല്പ ലോകത്തിൽ മാത്രമാണ്. That means it is not real. അതിന്റെ അർത്ഥം നിങ്ങൾക്കത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ കഴിയില്ല. I have seen so many people being fooled by this currency. ഞാൻ വളരെയധികം ജനങ്ങൾ ബോഷന്മാരാകുന്നത് കണ്ടിട്ടുണ്ട് ഈ കറൻസി മൂലം. Last year, കഴിഞ്ഞ വർഷം a police officer came to my office. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ വർഷം കടന്നു വന്നു. He is my friend. അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനാണ്. And he told me, ഇങ്ങനെ പറഞ്ഞു, Pastor, we know that you have account in United States. പാസ്റ്റർക്ക് അമേരിക്കയുമായി കൂടുതൽ അടുപ്പമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. And also our organization have bank account over there. Also our organization have bank account in United States. കാരണം നമ്മുടെ സംഘടനയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അമേരിക്കയിലാണ്. So this $1 million cannot be exchanged in India. അതുകൊണ്ട് ഈ 10 ലക്ഷത്തിന്റെ ഈ ഡോളർ കറൻസി ഇന്ത്യയിൽ മാറുവാൻ നമുക്ക് കഴിയില്ല. So I need your help. അതുകൊണ്ട് എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമാണ്. If we can change this, നമ്മൾക്കിത് മാറുവാൻ കഴിയുകയാണെങ്കിൽ half of the amount can be taken by you and me. ലഭിച്ചതിന്റെ പകുതി നമ്മൾക്ക്, പകുതി പാസ്റ്റർക്കും പകുതി എനിക്കും. So 25 I can take $250,000 and he can take $250,000 and $500,000 can be given to the original person. ഈ നോട്ട് ആര് തന്നുവോ ആ വ്യക്തിക്ക് അതിന്റെ പകുതിയും നമുക്ക് രണ്ടുപേർക്ക് അതിന്റെ കാൽ ഭാഗവും പങ്കിടാം. So I said, okay, no problem. What also you said is absolutely true. We have account in America. Our organization has account in America. If it is $10 million, we have no problem. We can receive donation like that. No problem. Bring the currency.
ഓക്കെ, നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സംഘടനയ്ക്ക് അമേരിക്കയിൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നീ കൊണ്ടുവരിക. നീ കൊണ്ടുവരുന്നത് ശരിയായ നോട്ടാണെങ്കിൽ നീ പറഞ്ഞതുപോലെ തന്നെ you bring the currency with. നീ കൊണ്ടുവരിക. അതിനുശേഷം നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാം. Then he said, I have only the photostat with me, the original they haven't given to me. അവരെനിക്കൊരു ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. Okay, then I said, okay, bring the photostat. കുഴപ്പമില്ല, ഫോട്ടോസ്റ്റാറ്റ് എങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരിക. So he said, tomorrow I'll come. ഓക്കെ, ഞാൻ നാളെ വരാം. This man was very happy because he's going to get 250,000. കാരണം ഈ വ്യക്തി ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു, വളരെ സന്തോഷവാനായിരുന്നു. കാരണം ഇത്രയും പൈസ ലഭിക്കുമെന്നത് ഓർത്ത്. I have no joy in me because I know there is no $1 million bill in America. യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലൊന്നും സന്തോഷിച്ചില്ല. Because I know there is no $1 million. കാരണം എനിക്കറിയാം അങ്ങനെ ഒരു ദശലക്ഷക്കണക്കിന് 10 ലക്ഷത്തിന്റെ ഒരു ഡോളർ കറൻസി ഇല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 7 രൂപയുടെ നോട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമോ? ഓക്കെ, മേടിക്കുമോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. എന്താ കാരണം? നിങ്ങൾക്കറിയാം 7 രൂപയുടെ നോട്ടില്ലെന്നറിയാം. So in the same man, I know the truth. കാരണം എനിക്ക് അതുപോലെ തന്നെ എനിക്കറിയാം ഇത് ഉള്ളതല്ല എന്നും. So the next after 2 days he called me again. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. Pastor, when are you free? പാസ്റ്ററെ, എപ്പോഴാണ് താങ്കൾ ഫ്രീ ആയിരിക്കുന്നത്? I said by 11 o'clock you come to the office. 11 മണിക്ക് ശേഷം വരൂ. So he came by 11 o'clock. അവൻ 11 മണിക്ക് വന്നു. He showed me the photostat of that thing. ആ പറഞ്ഞ നോട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവൻ എന്നെ കാണിച്ചു. I said excellent. ഞാൻ പറഞ്ഞു ഒന്നാം തരം. I said how much you paid to get the photostat of this note? ഞാൻ പറഞ്ഞു ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് വേണ്ടി നിനക്ക് എത്ര ചെലവായി? He paid 10,000 rupees to get the photostat of this thing. ഈ മൂല്യമില്ലാത്ത ഈ ഫോട്ടോസ്റ്റാറ്റ് ലഭിക്കേണ്ടതിന് 10,000 രൂപ അവൻ ചെലവഴിച്ചു. Just guess, because he thought he are going to get the $250,000. Why can't we spend 10,000 rupees? കാരണം $25,000 ലഭിക്കുന്നതിന്റെ മുൻപിൽ ഈ 10,000 ഒന്നുമല്ല. So I'm very cautious that name should not come in my mouth. So I was very. ഞാൻ ആ വ്യക്തിയുടെ പേര് എൻ്റെ വായിൽ വരാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധാലുവാണ്. So I took the note from him. ഞാൻ അദ്ദേഹത്തിൽ നിന്നും ആ നോട്ട് എടുത്തു. I took a magnifying glass. ഞാനൊരു ലെൻസിന്റെ അടിയിൽ അത് വെച്ചു. And showed him, brother, read this line. സഹോദരാ, ഈ വരി ഒന്ന് വായിക്കൂ. This instrument is valid only in a utopian world. ഈ കറൻസി ഒരു സങ്കല്പ ലോകത്ത് മാത്രം സാധുതയുള്ള ഒന്നാണ്. He said, Pastor, did I lose 10,000 rupees? പാസ്റ്റർ, എൻ്റെ 10,000 പോയെന്നതൊന്ന്. I said, yeah, you lost only 10,000. അതെ, നിനക്ക് 10,000 പോയുള്ളൂ. And I showed him the original duplicate I have. അതിനുശേഷം ഞാൻ ഒറിജിനലിനെയും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെയും കാണിച്ചു. എൻ്റെ കയ്യിലുള്ളത് കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുത്തു. And I said, this is the thing. Don't be fooled. A police officer have no idea but was fooled easily by the people. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വളരെ എളുപ്പത്തിൽ ഒരു വിഡ്ഢിയാക്കുവാൻ ജനത്തിന് കഴിയും. In today's newspaper you might have read about the golden kodam, സ്വർണ്ണക്കുടത്തെ കുറിച്ച് വായിച്ചു കാണുമല്ലോ. I don't know when this Malayali is going to learn all these things. എനിക്കറിയില്ല എങ്ങനെയാണ് മലയാളി ഇത്തരം ചതികളിൽ ചെന്ന് ചാടുന്നത്. So let me come to the point. ഓക്കേ, നമുക്ക് ദൈവജനത്തിലേക്ക് മടങ്ങി വരാം. My hope is not based in some utopian promises. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ചില ഉട്ടോപ്യൻ സങ്കല്പങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഒരു സ്വപ്ന ലോകത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ലോകത്തിന് വേണ്ടി അല്ല ഞാൻ നോക്കി പാർക്കുന്നത്. അതല്ല എൻ്റെ ദർശനം എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ നോക്കി പാർക്കുന്നത് ദൈവം നീങ്ങിപ്പോകാത്ത ആകാശവും ഭൂമിയും മാറിപ്പോയാലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ നിവൃത്തിയാക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. Caleb's hope was based on the promise of God. കാലേബിന്റെ പ്രത്യാശ പണിയപ്പെട്ടത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേലായിരുന്നു. He was a man with a different hope. വ്യത്യസ്തമായ പ്രത്യാശ കൈമുതലായുള്ള വ്യക്തിയായിരുന്നു കാലേബ്. A hope for the future based on the word of God. ഭാവിയെക്കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയായിരുന്നു. It was not based on a fake currency. അതേതെങ്കിലും ഒരു വ്യാജമായ കറൻസി പോലെയുള്ള വിശ്വാസമായിരുന്നില്ല. It was not based on a fake currency. അതൊരിക്കലും ഒരു വ്യാജമായ കറൻസിയുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട വിശ്വാസം. It was not based on fake promises. അത് വ്യാജമായ വാഗ്ദത്തത്തിന്മേൽ പണിയപ്പെട്ട പ്രത്യാശയല്ല. It was based on the promise of God. അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ അടിസ്ഥാനമിട്ട് പണിത വാഗ്ദത്തമാണ്. Caleb was a man with different hope. കാലേബ് വ്യത്യസ്തമായ പ്രത്യാശ കൈമുതലായുള്ള വ്യക്തിയായിരുന്നു. Number 6. ആറാമതായി, he was a man with a different mission.
വ്യത്യസ്തമായ ദൗത്യം കൈമുതലായുള്ള വ്യക്തിയായിരുന്നു. He was a man with a different mission. വ്യത്യസ്തമായ ദൗത്യമുള്ളവൻ. What was his mission? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം? His mission was kingdom growth. അദ്ദേഹത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ വ്യാപനമായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. His mission was the growth of the kingdom of God. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയുടെ വ്യാപ്തിയായിരുന്നു അദ്ദേഹത്തിന്റെ In the ദർശനം. Old Testament period, പഴയ നിയമകാലഘട്ടത്തിൽ the promised land was considered as the kingdom of God. വാഗ്ദത്ത ദേശത്തെയാണ് ദൈവരാജ്യവുമായി കണക്കുകൂടിയിരുന്നത്. And that's what they were looking for. അതുകൊണ്ടാണ് അവർ ആ വാഗ്ദത്ത ദേശത്തെ നോക്കി A പറഞ്ഞത്. literal place. അക്ഷരാർത്ഥത്തിലുള്ള ഒരു ദേശം. And Caleb's mission was to extension of the kingdom of God. കാലേബിന്റെ ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപനമായിരുന്നു. The extension of the kingdom of God. ദൈവരാജ്യത്തിന്റെ വ്യാപനം. Because he has a promise given by God. കാരണം അദ്ദേഹത്തിന് വാഗ്ദത്തം കൊടുത്തത് ദൈവമായിരുന്നു. So he lived for the extension of the kingdom. അതുകൊണ്ട് തന്റെ ആയുസ്സ് മുഴുവനും കാലേബ് ജീവിച്ചത് ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് That's വേണ്ടിയായിരുന്നു. why he captured mountain after mountain. അതുകൊണ്ടാണ് മലകൾക്ക് പിറകെ മലകൾ കീഴടക്കുവാൻ കാലേബിനെ That's പ്രാപ്തനാക്കിയത്. why he trained another generation and challenged them to go and let's capture even that mountain. അതുകൊണ്ടാണ് ഇനി തനിക്ക് ശേഷമുള്ള ഒരു തലമുറയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാനും പർവ്വതങ്ങളെ കീഴടക്കുവാനും കാലേബിനെ പ്രാപ്തനാക്കിയത്. That's why Othniel was trained under Caleb to extend the kingdom of God. അതുകൊണ്ടാണ് കാലേബിന് കീഴിൽ ഒത്നിയേലിനെ പരിശീലിപ്പിക്കുവാൻ കാലേബിന് കഴിഞ്ഞത്. That's why Caleb was willing to give his own daughter for the extension of the kingdom of God. ആ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നുകൊണ്ടാണ് തന്റെ ഏക മകളെ ഒത്നിയേലിനെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ കാലേബിനെ He പ്രാപ്തനാക്കിയത്. was a man with a different mission. ഒരു വ്യത്യസ്തമായ ദൗത്യമുള്ളവനായിരുന്നു He was കാലേബ്. a man with a different passion. വ്യത്യസ്തമായ ആർദ്രത He was a കൈമുതലായുള്ളവനായിരുന്നു. man with a different talk. വ്യത്യസ്തമായ സംസാര ശൈലിക്കുടമയായ His talk was always about the kingdom of God. അവന്റെ സംസാരം എന്ന് പറയുന്നത് എപ്പോഴും സ്വർഗരാജ്യത്തിന്റെ വ്യാപനമായിരുന്നു. His vision was always about the extension of the kingdom. തന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപനമായിരുന്നു. His lifestyle was for the extension of the kingdom of God. തന്റെ ജീവിത ശൈലി കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ആവതെല്ലാം കാലേബ് ചെയ്തു. His hope for the extension of the kingdom. തന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ He വ്യാപനമായിരുന്നു. was a man with a different mission. വ്യത്യസ്തമായ ദർശനമുള്ള ഒരു മനുഷ്യൻ. Kingdom was the mission of Caleb. സ്വർഗരാജ്യമായിരുന്നു കാലേബിന്റെ ദൗത്യം. Kingdom was the mission of Caleb. ദൈവരാജ്യമായിരുന്നു കാലേബിന്റെ What ദൗത്യം. is your mission? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൗത്യം എന്താണ്? What is your mission? നിങ്ങളുടെ ദൗത്യം What എന്താണ്? are you doing with your life? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് God ചെയ്തെടുക്കുന്നത്? has given you everything what you needed in this world. നിന്റെ ജീവിതത്തിന്റെ സന്ധാരണത്തിന് ആവശ്യമായതെല്ലാം ദൈവം നിനക്ക് തന്നില്ലേ? God has given you a good job. നിനക്ക് നല്ലൊരു ജോലി തന്നില്ലേ? God has given you children. മക്കളെ തന്നില്ലേ? God has given you money. സമ്പത്ത് തന്നില്ലേ? God has given you education. ദൈവം നിനക്ക് വിദ്യാഭ്യാസം തന്നില്ലേ? Where are you investing all these things? നിനക്ക് ദൈവം തന്ന നന്മകളെയൊക്കെ നീ എവിടെയാണ് നിക്ഷേപിച്ചത്? Where are they? എവിടെയായിരുന്നു What അതെല്ലാം? is your mission? എന്താകുന്നു നിന്റെ ദൗത്യം? Oh, Caleb has a different mission. That was the kingdom mission. അവിടെയാണ് കാലേബ് വ്യത്യസ്തനാകുന്നത്. കാലേബിന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപനമായിരുന്നു. And finally, അവസാനമായി Caleb was a man who enjoyed the promises of God. ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തെ ആസ്വദിച്ച വ്യക്തിയായിരുന്നു കാലേബ്. Who possessed and enjoyed. കൈവശമാക്കി ആസ്വദിച്ച വ്യക്തി. Many people had only the promises, വളരെ വ്യക്തി ജീവിതങ്ങൾക്ക് വാഗ്ദത്തങ്ങളുണ്ട്, but they never enjoy it. പക്ഷെ അവർ അവരുടെ ആയുസ്സിൽ ഒരിക്കലും അത് I ആസ്വദിക്കുന്നില്ല. have seen many people who had the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൈ മുതലായിട്ടുള്ള അനേക ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen people who has books and books filled with the promises of God about their life. വളരെയധികം പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എഴുതി നിറച്ച അനേക ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. But they never enjoy it. പക്ഷെ ആയുസ്സിൽ ഒരിക്കലും അവർ അത് പ്രാപിച്ചിട്ടില്ല. They never enjoy the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവർ ഒരിക്കലും ആസ്വദിച്ചില്ല. Why? എന്തുകൊണ്ട്? They could not believe those promises. കാരണം അവർ ഉള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ചില്ല. They have a different spirit other than the spirit of God. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മാവായിരുന്നു അവരെ ഭരിച്ചത്. They rebelled against the plan and purpose of God. ദൈവത്തിന്റെ പദ്ധതിയോടും ദൈവത്തിന്റെ ഉദ്ദേശത്തോടും മത്സരിക്കുന്ന ഒരു ആത്മാവ്. Let me close the life of Caleb with this sentence. Let me close the life of Caleb with this sentence. ഞാൻ ഈ ഒരു വാക്യത്തോടുകൂടെ കാലേബിന്റെ ജീവിതത്തെ സംക്ഷേപിക്കട്ടെ. Caleb was a man who enjoyed the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ആസ്വദിച്ച വ്യക്തിയായിരുന്നു കാലേബ്. Who had seen the fulfillment of the promises of God.
തന്റെ ആയുസ്സിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നത് കണ്ട വ്യക്തിയായിരുന്നു കാലേബ്. Who has become a part അവൻ of അതിന്റെ ഒരു ഭാഗമായി തീർന്നു. Who has become a part of God's promises. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ കാലേബിന് ഭാഗ്യം ലഭിച്ചു. Many died അനേകർ with the പട്ടുപോയി. promises. വാഗ്ദത്തത്തോടുകൂടി അനേകർ പട്ടുപോയി. Caleb died in the promise. കാലേബ് മരിച്ചതോ വാഗ്ദത്തം പ്രാപിച്ചതിന് ശേഷം. Caleb died in the promised land. കാലേബ് മരിച്ചതോ വാഗ്ദത്ത ദേശത്ത്. Many died with the promises. അനേകർ പട്ടുപോയത് വാഗ്ദത്തത്തോടുകൂടെയായിരുന്നു. But Caleb died in the promised land. പക്ഷെ കാലേബ് അവസാനിച്ചത് വാഗ്ദത്ത ദേശത്തായിരുന്നു. Hallelujah. ആമേൻ. How do you want your life to end up? നിന്റെ ജീവിതത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? Do you want to die with the promises? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോടുകൂടി അവസാനിക്കണമെന്നാണോ? Or do you want to die in the promised land, being a part of the promised land? അതോ നിന്റെ ആയുസ്സിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് അതിന്റെ ഒരു ഭാഗമായി തീർന്നുകൊണ്ട് ജീവിതം അവസാനിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? If that's what you are looking for, നീ അതാണോ നീ നോക്കി പാർക്കുന്നത്? if you should have these 6 characters in your life before you come to the 7th one. അത്തരമൊരാവശ്യം നിനക്കുണ്ടെങ്കിൽ ഇവിടെ പറയപ്പെട്ട 7 ഗുണങ്ങളും നിന്റെ ജീവിതത്തിലും നീ പ്രാപിക്കണം. If you want to enjoy, come to the 7th stage, you should have the 6 other qualities we explained this morning. ഈ 7ാമത്തെ ഭാഗ്യത്തിലേക്ക് നിന്റെ ജീവിതം എത്തിപ്പെടണമെങ്കിൽ മുൻപേ പരാമർശിക്കപ്പെട്ട 6 ഗുണങ്ങളും നീ നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം. Be different in this generation. ഈ തലമുറയിൽ നിന്നും വ്യത്യസ്തനായിരിക്കുക. Don't die with the promises, വാഗ്ദത്തത്തോടുകൂടെ പട്ടുപോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. but die in the promised land. വാഗ്ദത്തത്തിൽ തന്നെ മരിക്കുവാൻ. Hallelujah. ആമേൻ. Die in the promised land. വാഗ്ദത്ത ദേശത്ത് എത്തിയതിനു ശേഷം മരിക്കുവാൻ. Hallelujah. ആമേൻ. Like Paul, we can say, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, I have fought a good fight. ഞാൻ നല്ല പോർ പൊരുതു. I have kept my faith. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. I know the crown of righteousness is waiting for me. നീതിയുടെ കിരീടം എനിക്കായിരിക്കുന്നു. I am going to have that. ഞാനത് പ്രാപിക്കുവാൻ പോകുകയാണ്. And may God bless each and every one of you to reach that position. അത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. And be a Caleb in your generation. നിങ്ങളുടെ തലമുറയിൽ കാലേബിനെ പോലെ വ്യത്യസ്തനാകുക. Hallelujah. ആമേൻ. Amen. ആമേൻ. Are you happy this morning? ഇന്ന് പകൽക്കാലം നിങ്ങൾ സന്തോഷമുള്ളവരാണോ? Or are you angry at me? അതോ എന്നോട് ദേഷ്യമുള്ളവനാണോ? If you are angry at me, you can raise your hands. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തുക. If you agree with me, raise your hands. എന്നോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ And let's ഉയർത്തുക. stand in the presence of God. ദൈവസന്നിധിയിൽ നമുക്ക്